ദൂരെ പുറപ്പെട്ടിട്ടില്ലേ? നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ എവിടെ പോയോണ്ടില്ല? കേരള അനിയത്തിനെ കാണാൻ പോയോണ്ടില്ലേ. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. നമ്മള് നാസ്റ്റാക്കാൻ വന്നിട്ടുണ്ടല്ലമ്മ. സിദ്ധാവറോ അദ്വൈക്കത് ഇവിടെയും വരുന്നത് സീറ്റില്ല. അപ്പൊ നാസ്റ്റാക്കിയിട്ട് ഇവിടെ നിന്ന് പുറപ്പെടാം അല്ലേ? അപ്പോൾ നമ്മൾ നാസ്റ്റെല്ലാം ആക്കിയിട്ട് ഇപ്പൊ സിദ്ധാപുരത്ത് നിന്ന് വിട്ട് അമ്മത്തി എത്തീന് അല്ലമ്മ. അതെപ്പാ അമ്മയ്ക്ക് പിന്നെ വണ്ടിയിൽ വന്ന ആവേ ഇല്ല, കൊഴഞ്ഞു പോകും. അതെ. അപ്പോൾ നമുക്ക് കവിതൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ എന്തെല്ലാം നടക്കുന്നുണ്ടെന്നുള്ളത് കാണാം. നമ്മളുടെ ചെറിയ കുട്ടിമോൻ ഒരു പാട്ട് പറയാൻ പോണ്ട്. എന്റർടൈൻമെന്റ് കൊടുക്കേണ്ടത് എല്ലാവർക്കും. പറപ്പേ തീപ്പരി കട റാപ്പടി റാപ്പരി തക തീപ്പരി തീപ്പരി കട മൂത്തിലിക്കട മേരെ കൊണ്ടട മാത്തിരി കാത്തടി കട കാത്തടി തമ്പി തിരിയിലാപ്പടി തീപ്പരി കടലുല്ലാസ പോത്തിരി ജമ്മലിസ്കറി വജമ്മലയാടി വായടുത്ത വായാടി മോരടി തോക്കടിക്ക്. വെരി ഗുഡ്. അത്ര പറഞ്ഞല്ലേ, അതേ സന്തോഷം. അപ്പൊ നമ്മള് ഇപ്പൊ കവിതന്റെ അടുക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഗിഫ്റ്റ് കുട്ടിക്കുള്ളത് എടുത്തിട്ട് പോയോണ്ടല്ലേ. പിന്നെ അവിടെ പോയിട്ട് കാണാം. ഈ പാലം കണ്ട കവിതന്റെ വീട് വന്നു എന്നുള്ളത് അർത്ഥം. അതെപ്പാ, ഇതേ ഞങ്ങൾക്ക് അടയാലോ. അപ്പൊ ഇതാ നിന്റെ മോളുടെ വീട്ടിൽ എത്തി. എന്റെ മോളുടെ വീട് എത്തി. മോളുടെ വീട്ടിൽ എത്തിയത് അമ്മ ഈ ഛർദിച്ചതിന്റെ ഒരു സുസ്ഥലുണ്ടായി, അതെല്ലാം പോയി. അപ്പൊ അവിടെ പോയിട്ട് കാണാല്ലേ അമ്മ മോളിന്. ഇറങ്ങാം. അപ്പോ ഇതന്നെ നെയിമിംഗ് സെറമണിന്റെ എൻട്രൻസ്. അതെ. കുറെ യൂട്യൂബേഴ്സും വന്നിട്ടുണ്ടായി, വിജുവിന്റെ കൂട്ടുകാര്. അതെ. ഈ മനീഷ് വിഷ്ണു, സംഗീത് കുമാർ അവരെല്ലാം ഉണ്ടായി. ഇത് പ്രോഗ്രാം തുടങ്ങിന് പാല് കൊടുക്കുന്ന കുട്ടിക്ക്. അതൊക്കെ കുട്ടി നല്ല ഉറക്കത്തിലുണ്ടായി. അതെ, ഉറക്കത്തിലെന്ന് പറഞ്ഞാൽ നമ്മളിനെ കാത്തോണ്ടിണ്ടായതല്ലേ. ടൈമായി അവിടെ. അതിന് വേണ്ടിയിട്ട് ഉറങ്ങുന്ന കുട്ടീനെ കൊടുന്നതാണ്. അങ്ങനെ വിജു കുട്ടിക്ക് എന്തോ കെട്ടി കൊടുത്തു. അത് സ്വർണത്തിന്റെ അർണാള് കെട്ടിയ. അത് കഴിഞ്ഞതോ പിന്നെ പേര് വിളി പാൽ കൊടുക്കല്. പിന്നെ നമ്മളുടെ അവിടെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ പ്രോഗ്രാം. അതെ. ഈ പാല് കൊടുക്കല് എന്നല്ല പറയവേ ഇല്ല നമ്മള് അല്ലമ്മ. പാല് കൊടുക്കലിന് അതെന്ന് പറയൂല, വെറും എന്ത് പേര് വിളിക്കല്. ഇവിടെ കുട്ടിക്ക് എല്ലാരും വന്നിട്ട് പാല് കൊടുത്തിട്ട് പേര് വിളിക്കല്. അതെ. ഇതാ പേര് വിളിച്ചല്ലേ, പച്ചൻ പേര് വിളിച്ചു കാതിൽ 3 പ്രാവശ്യം. ആ ശാസ്ത്രം കഴിഞ്ഞ പിന്നെ നമ്മൾ നിന്നോണ്ടേ വിളിച്ച് പേര് റിവീലാക്കൽ ഇപ്പൊ. അതെ. മാത്രം നല്ല പേര് സെലക്ഷൻ ആക്കിന്. അതെ. റിസ്വിക് ഏട്ടന്റെ പേര്. റിസ്വിക് എന്ന് പറഞ്ഞിട്ട് അനിയന്റെ പേര്. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പേര്. നല്ല കോമ്പിനേഷനിലെ പേര്. അതെ. അതിന് മുമ്പില് റിസ്വിക്ക് പോയിട്ട് റിഷു ആവും. ഇല്ല, ഋത്വിക് ഋതു ആയല്ലേ. അങ്ങനെ. അപ്പൊ ഇതാ അമ്മ പാല് കൊടുക്കുന്ന. അമ്മ പാല് കൊടുത്തോണ്ട് പേര് വിളിക്കാനില്ല. ആ പേര് വിളിക്കൂ ക്ലീൻ ആയിട്ട്. റിസ്വിക് അല്ലമ്മ. അതെ, റിസ്വിക് 3 പ്രാവശ്യം വിളിച്ചു. അമ്മ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇത് ഏട്ടൻ പാല് കൊടുക്കാൻ പോയിന്. അതെ.
ഏട്ടൻ കൊടുത്ത എല്ലാവർക്കും നമ്മൾ ഇവിടെ നിന്ന് പോയവർക്കെല്ലാം ഇതെല്ലാം ഇത് പുതിയത് പാല് കൊടുക്കുന്നത് ധന്യ കൊടുക്കാൻ പോണ്ട്. അതെ ധന്യ കൊടുക്കുന്നുണ്ടതാ. അവരാരും പേര് വിളിച്ചിട്ടില്ലപ്പാ. വിളിച്ചാ ഞങ്ങൾക്ക് പേര് വിളിക്കുന്നത് പറഞ്ഞാല് അമ്മമ്മമാരും അച്ഛമ്മമാരും വിളിക്കുന്നത് ഉള്ളതാ. അച്ഛനുണ്ടെങ്കിൽ അച്ഛനും വിളിക്കാം. ഇപ്പൊ നീ പോണീണ്ട് പാല് കൊടുക്കാനല്ലേ? ഏട്ടനായിട്ട് നീ അനിയത്തിന്റെ കുട്ടിന്റെ പേര് വിളിക്കണ്ടേ? വിളിക്കണം. നീ നല്ല ശാസ്ത്രമാതിരി പേര് വിളിക്കുന്നപ്പ പാല് കൊടുക്കുന്ന നമ്മളുടെ കുട്ടിയല്ലേ? അതെ. ഇത് യൂട്യൂബർ സംഗീത് കുമാറിന്റെ ഭാര്യ ഇതല്ലേ? അപ്പൊ പ്രോഗ്രാം എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നപ്പ. ഇത് മനീഷ് വിഷ്ണു യൂട്യൂബ് ചാനലുണ്ട് അവർക്ക്. അതെ നല്ല എന്നെ ഒഴിഞ്ഞിട്ടല്ല ബാക്ക് പറഞ്ഞപ്പ പെണ്ണ്. ഇത് സംഗീത് കുമാർ അവരുടെ ചാനലിലെ ഒരു പെണ്ണ്. അതെ. അങ്ങനെ അവരെല്ലാം വന്ന കൊണ്ട് എല്ലാവരെയും കാണാനായി. നമ്മൾ പോയ കൊണ്ട് വരുന്നില്ലാന്ന് പറഞ്ഞതാണ്. തളർന്നു പോകുന്നു. ഇത് ബിജുന്റെ ചേച്ചിന്റെ മോള് ഋത്വിക്കോ പാല് കൊടുത്തിട്ട് പോയി. അതെ. ഇത് നമ്മളെ സിംന ഏട്ടന്റെ മോള്. അതെ സിംന എന്റെ മോന്റെ മോള് പേരക്കുട്ടി. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ചായ കുടി തുടങ്ങി. അതെ ചായ കുടി തുടങ്ങിയതിന്റെ ബാക്കില് ഇതാ ചോറും അന്ന് പറഞ്ഞാൽ നേരം ആയിപ്പോയല്ലേപ്പാ. അതിന് വേണ്ടിട്ടാ പെട്ടെന്ന് ചോറെല്ലാം വേവിച്ച് കഴിഞ്ഞതും അമ്മേന്റെ കൊറേ ഫ്രണ്ട്സുകൾ അമ്മയ്ക്ക് കിട്ടി. നേരാ എല്ലാരും വന്നിട്ടുണ്ടായി. അമ്മ ഇന്ന് പോണ്ട പറഞ്ഞു. എനിക്ക് നിക്കാനായില്ല. ഞാൻ പോണപ്പ ഇന്ന് നോക്കയനി ഒരിക്കൽ വേറെ പറഞ്ഞിട്ട് വന്ന് ചോറ് അപ്പൊ എല്ലാരും ടേബിളിൽ കൊണ്ടുവന്ന് സപ്ലൈ ആക്കി കൊണ്ടുപോയി. അതെ. നമ്മൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് വന്നു ഇങ്ങോട്ട്. അതെ. അവിടുത്തെ നമ്മളുടെ ഇവിടേക്കും ഇല്ല മാറ്റം കണ്ടതാ. തേങ്ങ മരത്തിലും മാങ്ങ മരത്തിന്റെ അടിയിലും കാത്തു കൊണ്ടുകൊണ്ട് ഇരിക്കണം. നമുക്ക് അങ്ങനല്ല. എന്താ ഇവിടെ വെള്ള പൈപ്പിൽ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇവനക്ക് ഒട്ടും പിന്നെ ചൂട് തടുക്കാനാവില്ല. മോന്തിക്കും വേണം സ്പാന്, പകലും വേണം സ്പാന്. അങ്ങനെ കാട്ടിക്ക് പോയാലും അതൊന്നും വേണ്ട. എന്തായാലും നമ്മളുടെ അവിടുത്തെ ചൂടും ഇവിടുത്തെ ചൂടൊക്കെ മാറ്റമുണ്ട്. നമുക്കതൊന്നും സെറ്റ് ആവില്ല. നമുക്ക് നമ്മളുടെ കൊടകന്നെ ശരി. കേരളത്തില് കയ്യാന്ന് ഇവിടുത്തെ ഏകദേശം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ചോറുണ്ടിട്ടെല്ലാം ആയി. എന്നിട്ട് നമ്മൾ പോന വഴിയിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് പോവാം. നിതാന്തത്തിൽ പോയിട്ട് എത്തല്ലേ? മെല്ലെ പോയിട്ട് പോയിട്ട് വരിക. എല്ലാവരെയും നിങ്ങളെല്ലാം കാണാൻ കൊച്ചിട്ട് എന്നെ കഷ്ടമായിട്ട് വന്നത്. ഞാൻ ഇവരിനെ അവിടെ ഓർത്തു. ഇവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയാലോ അവരും അവിടെ നിന്ന് ഇങ്ങനെ ആക്കും. അടക്കം ഉണക്കിക്കൊണ്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത്. എന്താ പറഞ്ഞ കൊറേ ആയിട്ടുണ്ടായി നമ്മൾ വീഡിയോ ഒന്നും ഇടാണ്ട്. നല്ല ദിവസം തിരക്കായിരുന്നു. ഇന്നലെ പിന്നെ അനിയത്തിന്റെ വീട്ടിലേക്ക് പോയതിനെ കൊണ്ട് ഒരു വീഡിയോ ഇട്ടുന്നു. ഇതേ വീഡിയോ. അപ്പൊ അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.